ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ട്രാൻസ്പാരൻറ്റ് ജ്വല്ലറിയാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് ആണ്. ഈ ടൈപ്പ് സ്റ്റോൺസ് ഒക്കെ നിങ്ങൾക്ക് സാധാരണ കടയിലും കിട്ടും, മീഷോയിലൊക്കെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. നമ്മളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് കളേഴ്സാണ്. റെഡ് ആൻഡ് ഗ്രീൻ ആണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഉള്ളത്. ഇതിൻ്റെ ഏത് കളറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് കാണാൻ നല്ല രസമാണ്. പൂവിൻ്റെ ഷേപ്പിലൊക്കെയാണ് ഇതിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറി ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്കിതുപോലെ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഹോളുണ്ട്, അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറി ഒക്കെ ചെയ്യുന്ന ടൈമിൽ നല്ല റേറ്റാണ് അതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ. അതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറീസിന് ചോദിക്കുമ്പോഴത്തേനും നല്ല വില വരുന്നത്. അത്യാവശ്യം അത് ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നീട് നമ്മളിതുപോലെ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഈ 2 സ്റ്റോൺസൊക്കെ സ്യൂ വിത്ത് ഷാനി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്റ്റോൺസൊക്കെ അവൈലബിൾ ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്, കുറച്ച് ലവ് ഷേപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറിക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഗിയർ വയർ. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് സ്യൂവി ഷാനി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടും. ഇത് അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 45 രൂപയോ അങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട്, ഒത്തിരി ജ്വല്ലറി ചെയ്യാനുള്ളത് 45-ന് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറി മാത്രമല്ല, അല്ലാതെ നിങ്ങൾ മുത്തൊക്കെ വെച്ച് ചെയ്യുന്നതിലും ഈ ഒരു ഗിയർ വയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് വെച്ച് ഇയറിങ്സ്, നെക്ലസ്, പിന്നെ ബ്രേസ്ലെറ്റ്സ് എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പിന്നീട് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഐറ്റമാണ്, ഇതിന് ഞങ്ങൾ സ്റ്റോപ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ജ്വല്ലറിയൊക്കെ ചെയ്യുമ്പോൾ അറ്റത്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഇട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഇരിക്കും. മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങാതെ കറക്റ്റായിട്ട് ഇരിക്കും. ഇതിന് മീഷോയിൽ എന്താണ് പറയുന്നത് എന്നെനിക്കറിയില്ല. ഇവിടെ നമ്മൾ സ്റ്റോപ്പർ എന്നുള്ള നെയിമിലാണ് ഇത് അറിയുന്നത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പേര് വേറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മൾ ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ കൊളുത്തും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കൊളുത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ബ്രേസ്ലെറ്റ്സിനും നെക്ലസിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഗിയർ വയർ എത്രയാണോ നിങ്ങൾക്ക് മാലയ്ക്ക് അളവ് വേണ്ടുന്നത് അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്റ്റോപ്പർ മുത്താണ് എടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനുള്ളിൽ കൂടി ഇതുപോലെ ഇത് ഇടാം. അതിനുശേഷം നമുക്കിതിൻ്റെ അറ്റത്ത് ലൂപ്പ് വേണം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഞാൻ ആ ഒരു മുത്തിനുള്ളിൽ കൂടെയാണ് കേട്ടോ ഇതെടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ അറ്റത്ത് ലൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മുത്തിനുള്ളിൽ കൂടി ഇത് കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസ് ചെയ്യണം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നല്ലപോലെ അങ്ങ് പ്രസ്സായി അവിടെ ഇരിക്കും. നമുക്ക് അറ്റത്ത് ലൂപ്പും കിട്ടും. ഇത് ഇതുപോലെ ഇരിക്കും.
നമ്മൾ ഇതിപ്പോൾ ഒന്നേ ഇട്ടിട്ടുള്ളൂ, നമുക്കൊരു 2-3 എണ്ണം കൂടി ഇട്ട് അതൊന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഒന്നിട്ടാലും മതി, എന്നാലും 2-3 എണ്ണമൊക്കെ ഇടുമ്പോഴത്തേന് കുറച്ചും കൂടി ഒരു സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അത് സെക്യൂർ ആക്കുവാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മളിതൊന്ന് സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരെണ്ണമാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ഒരു ചാമാണ്. നിങ്ങൾക്കിത് മീഷോയിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. പിന്നീട് നമ്മൾ ഇതുപോലെ 4 വൈറ്റ് മുത്തുകളും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് നമ്മുടെ സ്റ്റോപ്പറാണ്. ഇതുപോലെ നമ്മൾ സ്റ്റോപ്പർ നമ്മളുടെ ഈ ഒരു ഗിയർ വയറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുത്ത് എവിടെയാണോ വന്ന് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഒന്ന് ഇട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് ഇതുപോലെ കുറച്ച് സ്വർണ്ണ കളറുള്ള മുത്തും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒരു സ്വർണ്ണ കളറുള്ള മുത്തിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നമ്മളുടെ വൈറ്റ് പേള് മുത്തിട്ട് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് സ്റ്റക്കായിട്ട് നിന്നോളും. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യണം. ഇതുപോലെ നമ്മളൊരു സ്വർണ്ണ കളറുള്ള മുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റോപ്പർ ഇട്ടിട്ട് അത് ഇളകി വരാതിരിക്കാൻ സ്റ്റോപ്പർ പ്രസ് ചെയ്ത് വെക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യണം. കണ്ടില്ലേ? അതിനുശേഷം നമുക്ക് അടുത്തൊരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റോപ്പർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു സ്വർണ്ണ കളറുള്ള ഒരു മുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ നമ്മളുടെ വൈറ്റ് മുത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നമ്മുടെ ജംപ് റിങ്സ് എടുക്കാം. ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ ഈ ഒരു ചാമിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനുള്ളിൽ കൂടി ഇതുപോലെ എടുത്ത് വെക്കാം. ഇതുപോലെ അപ്പോൾ ഇത് കിടക്കും. എന്നിട്ട് നമുക്ക് ഒരു പേൾ മുത്തും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്വർണ്ണ കളറുള്ള ഒരു മുത്ത്, ഇതുപോലെ. അതിനുശേഷം സ്റ്റോപ്പർ ഇട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. കാണാൻ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റാണിത്. അതിനുശേഷം അടുത്ത മുത്ത് എവിടെ വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സ്റ്റോപ്പർ ഇടുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ സ്വർണ്ണ കളറിലെ മുത്തിട്ട് കൊടുക്കുക. നമ്മളുടെ പേൾ ഇട്ട് കൊടുക്കുക. വീണ്ടും സ്വർണ്ണ കളറിലെ മുത്തിട്ട് കൊടുത്ത് സ്റ്റോപ്പർ ഇട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മുത്തിടുന്ന പ്രോസസ്സ് അത്രയേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ ഇത് നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്.
കാണാൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റവും കൂടെ സെറ്റ് ചെയ്യാം. ഇതുപോലെ ഞാൻ 2 സ്റ്റോപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതൊന്ന് അറ്റത്ത് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടക്കം ചെയ്ത കണക്ക് തന്നെ ലൂപ്പ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് സ്റ്റോപ്പർ ഇതിനുള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ലൂപ്പായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നീട് നമുക്കിതിൻ്റെ അറ്റത്ത് കൊളുത്തി കൊടുക്കാം. ഇതുപോലെ നമ്മളൊരു കൊളുത്തെടുക്കുന്നുണ്ട്. പിന്നീട് 2 ജംപ് റിങ്സ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഒരു ജംപ് റിങ്സും പിന്നീട് ഇതുപോലെ നമ്മളുടെ കൊടുത്തുകൂടിയിട്ട് ക്ലോസ് ചെയ്യാം. ഇതുപോലെ പിന്നീട് നമുക്ക് ഇപ്പുറത്തെ അറ്റത്ത് ഇതുപോലെ ജംപ് റിങ്സ് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് നമുക്കിതുപോലെ ഓപ്പൺ ആക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ജ്വല്ലറീസൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ കഴുത്തേൽ ഇടുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കാം. നിങ്ങളുടെ അളവിന് വേണം എടുക്കാൻ. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മുമ്പേ ചെയ്ത കണക്ക് തന്നെയാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല. ഇതുപോലെ അറ്റത്ത് നമുക്ക് ലൂപ്പ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരേ ഒരു സ്റ്റോൺ, ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഇത് കാണാൻ, എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ അടുത്ത ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതുപോലെ വന്ന് നിൽക്കും. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്തുവായാലും. എന്നിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റോപ്പർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഇതുപോലെ കിടക്കും. നമ്മുടെ ബാർബി മൂവീസിലൊക്കെ കാണുന്ന
ആ ഒരു ടൈപ്പിലെ നെക്ലസ്സാണ്. വീണ്ടും എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ലൂപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ സ്റ്റോപ്പർ എടുത്ത് ഇതുപോലെ ഇടുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊരു കൊളുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ജംപ് റിങ്സും, 2 ജംപ് റിങ്സ് ഇതുപോലെ ഓപ്പൺ ആക്കുന്നുണ്ട്. പിന്നീട് ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ഈ ഒരു ജംപ് റിങ്സ് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുവാണ് ഇതുപോലെ. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇതുപോലെ നടുക്ക് ജസ്റ്റ് ഒരു സ്റ്റോൺ വരുന്ന ഒരു ഐറ്റമാണിത്. കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു സിമ്പിൾ സ്റ്റോൺ ട്രാൻസ്പെറൻറ്റ് നെക്ലസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാം. ഇത് കഴുത്തേലിട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. സെറ്റാണ്. ജസ്റ്റ് ഒരു സ്റ്റോണേ ഉള്ളെങ്കിലും അത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ചെയ്യാം. അതിന് വേണ്ടിയിട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മളുടെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ സ്റ്റോപ്പർ എടുത്തിട്ട് ലൂപ്പൊക്കെ ചെയ്തെടുക്കണം. ഇത് ഏകദേശം എല്ലാം ഒരേ രീതിയിലാണ് ചെയ്യുന്നത്, എന്നാലും വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മളൊരു 2 സ്റ്റോപ്പർ വെച്ചിട്ടാണിത് ലൂപ്പ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ലവ് ഷേപ്പാണ്. നല്ല രസമല്ലേ കാണാൻ ഈ ഐറ്റം? അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ നടുക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ഒത്ത നടുക്കാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ ഈ ഒരു നമുക്ക് ഈ സ്റ്റോപ്പർ ഇട്ടൊന്ന് ഫിക്സ് ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മളുടെ ഈ ഒരു 4 ലവും ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ 4 ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്ക് സ്റ്റോപ്പർ ഇട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്ക്
നേരത്തെ ചെയ്തതുപോലെ തന്നെ ലൂപ്പ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കൊളുത്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിത് ഇതുപോലെ സെറ്റാവും. ഇത് അടിപൊളിയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ. ശരിക്കും ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറീസ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളത് ഇട്ട് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. കഴുത്തേലിട്ട് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിരുന്നു. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അധികം സ്റ്റോപ്പറിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. നോർമലി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നെക്കിൻ്റെ അളവ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം കേട്ടോ. അത് ഞാൻ പറയാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിനുശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് ജെല്ലി ബീഡ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഇതുപോലൊരു മുത്തിടണം. എന്നിട്ട് എവിടെ വെച്ചിട്ടാണോ നിങ്ങൾക്കിത് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഇതുപോലെ അതിനുള്ളിൽ കൂടെ തന്നെ ഇതെടുത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് നമുക്ക് അടുത്തൊരു മുത്തെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് അതെവിടെയാണ് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ കൈവച്ചൊന്ന് പിടിക്കുക. എന്നിട്ട് ഇതിനുള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് എടുക്കുക. ഇത് നല്ല സിമ്പിളുമാണ്, അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരെണ്ണം. ഇതെനിക്ക് ഫേവറേറ്റ് ആണ്, കാരണം എളുപ്പമായതുകൊണ്ട്. വീണ്ടും ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യലാണ് നമ്മുടെ പണി. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു ഗിയർ വയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അറ്റം നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ സ്റ്റോപ്പർ ഇട്ടതിന് ശേഷം അറ്റത്ത് ലൂപ്പ് ചെയ്യുന്ന പരിപാടി.
അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ലൂപ്പ്. പിന്നീട് ആദ്യത്തെ പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ട്രാൻസ്പെറൻറ്റ് ജ്വല്ലറി ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ കൊളുത്തിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് പേൾ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. കുറച്ചും കൂടെ ബ്രൈറ്റ് കളേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ളതാണോ ഇഷ്ടം, അതോ ഇതുപോലത്തെയാണോ ഇഷ്ടം, അതോ നിങ്ങൾക്ക് ഇതുപോലെ വൈറ്റ് പേളൊക്കെ വെച്ച് ചെയ്യുന്നതാണോ ഇഷ്ടം? അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.